രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരനെന്ന നേട്ടത്തിലേക്കുള്ള ചരിത്രക്കുതിപ്പിലാണ് ഇന്ത്യക്കാരനായ ശുഭാൻശു ശുക്ല. 6 തവണ മാറ്റിവെച്ച യാത്രയ്ക്ക് ഇന്നലെ ഉച്ചയോടെയാണ് സാക്ഷാത്കാരം ലഭിച്ചത്. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുമായി ആക്സിയം 4 ദൗത്യം ഇന്നലെ ഉച്ചയ്ക്ക് 12:01 പുറപ്പെട്ടത്. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശുവിൻ്റെ ബഹിരാകാശ വാഹനം കുതിച്ചുയർന്നത് US-ലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. 28.5 മണിക്കൂർ നീളുന്ന യാത്ര പൂർത്തിയാക്കി ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 4:30 ബഹിരാകാശ നിലയത്തിൽ പേടകം ഡോക്ക് ചെയ്യും. പൈലറ്റ് ശുഭാൻശു ശുക്ലയെ കൂടാതെ മറ്റു 3 പേർ കൂടി അടങ്ങുന്നതാണ് ഈ ദൗത്യസംഘം. ടിബോർ കാംപു ഹംഗറിക്കാരൻ, കമാൻഡർ പെഗ്ഗി വിൻസൺ US, സ്ലാവോസ് വിസ്നിവോസ്കി പോളണ്ട് എന്നിവരാണ് ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ 7 പരീക്ഷണങ്ങളടക്കം ബഹിരാകാശ നിലയത്തിൽ ദൗത്യസംഘം നടത്തുന്നത് 60 പരീക്ഷണങ്ങളാണ്. ഈ ദൗത്യത്തിലെ പങ്കാളികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് എക്സ്, നാസ, ആക്സിയം, ISRO എന്നിവരാണ്. വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ്. വിക്ഷേപണത്തിൻ്റെ പേടകം സ്പേസ് എക്സ് ഡ്രാഗൺ C230 ആണ്. ഇതിൻ്റെ ഉയരം 4.4 മീറ്ററും വീതി 3.7 മീറ്ററുമാണ്. സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ കന്നി യാത്രയാണിത്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പേടകമാണിത്. ബഹിരാകാശ നിലയത്തിലെ പരീക്ഷണങ്ങളാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ 7 ഉണ്ട്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള അനുഭവജ്ഞാനവും ശുഭാൻശു ശുക്ല നേടും. അതേപോലെ നാസയുടെ 5 പഠനങ്ങളിലും ശുഭാൻശു പങ്കാളിയാകുന്നുമുണ്ട്. ഈ വിക്ഷേപണത്തിൻ്റെ വരുന്ന ചിലവെന്ന് പറയുന്നത് $6.975 കോടി ആണ്.